വിജ്ഞാന കൗതുകം. മഴ കടലിൽ നിന്ന് ആകാശത്തേക്കും അവിടെ നിന്ന് തിരികെ മണ്ണിലേക്കുമുള്ള ജലത്തിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത അത്ഭുത സഞ്ചാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പോൾ നിങ്ങളുടെ കൈവെള്ളയിൽ വീണ ആ മഴത്തുള്ളിക്ക് എത്ര വയസ്സുണ്ടാകുമെന്ന്? നമ്മൾ ഇന്ന് കാണുന്ന മഴത്തുള്ളി മുൻപെവിടെയെങ്കിലും മഞ്ഞായോ സമുദ്രത്തിൻ്റെ ഭാഗമായോ ഇരുന്നിട്ടുണ്ടാകാം. മണ്ണിലൂടെ ഒഴുകി തോടുകളിലും പുഴകളിലും ഒടുവിൽ കടലിലും കുറെ വെള്ളം മണ്ണിലേക്ക് താഴ്ന്ന ഭൂഗർഭജലമായും മാറുന്നു. ഭൗമോപരിതലത്തിലെ വെള്ളം സൂര്യന്റെ ചൂടേറ്റ് വീണ്ടും നീരാവിയായി ഉയരുന്നു. ശാസ്ത്രം പറയുന്നത് ഓരോ മഴത്തുള്ളിയും ഭൂമിയുടെ ഏറ്റവും പഴയ ഓർമ്മകളിൽ ഒന്നാണെന്നാണ്. ഇന്ന് നിങ്ങൾ കുടിക്കുന്ന ആ ഒരു ഗ്ലാസ് വെള്ളം ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡൈനോസർ കുടിച്ച അതേ വെള്ളമായിരിക്കാം. അതെ, സംശയിക്കേണ്ട, ഭൂമിയിലെ ജലത്തിന്റെ അളവ് എന്നും ഒരേപോലെയാണ്. ജലചക്രം എന്ന അത്ഭുതം വഴിയാണ് ഇത് സംഭവിക്കുന്നത്. സമുദ്രങ്ങളിൽ നിന്ന് ആവിയായി ഉയരുന്ന അതേ ജലം തന്നെ മേഘങ്ങളായും മഴയായും വീണ്ടും നമ്മുടെ അരികിലെത്തുന്നു. രാജാക്കന്മാരുടെ കാലവും വലിയ യുദ്ധങ്ങളും നാഗരികതകളുടെ വളർച്ചയും തകർച്ചയുമെല്ലാം കണ്ടു കടന്നുപോയ ഒരു നിശബ്ദ സാക്ഷിയാണ് ഓരോ തുള്ളി വെള്ളവും. കാലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സഞ്ചാരിയാണ്. അതുകൊണ്ട് ഈ മഴക്കാലത്ത് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഓർക്കുക, ആകാശത്തു നിന്ന് വീഴുന്നത് വെറും വെള്ളമല്ല, ഭൂമിയുടെ ചരിത്രം കൂടിയാണ്. ഭൂമിയിലെ വെള്ളം എവിടെ നിന്ന് വന്നതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ശാസ്ത്രലോകം പറയുന്നു, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബഹിരാകാശത്തു നിന്ന് വന്ന ധൂമകേതുക്കളും ഉൽക്കകളും വഴിയാണ് ഭൂമിയിൽ വെള്ളം എത്തിയത് എന്നാണ്. അതായത് നമ്മൾ ഇന്ന് കുടിക്കുന്ന വെള്ളം ഒരു അന്യഗ്രഹ സഞ്ചാരി കൂടിയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കവും ബഹിരാകാശത്തെ രഹസ്യങ്ങളും പേറുന്ന ഈ ജലത്തെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? മുറ്റത്തൊരു മഴക്കുഴിയെടുത്തോ കിണർ റീചാർജ് ചെയ്തോ ഈ വിലപ്പെട്ട നിധിയെ നമുക്ക് ഭൂമിയിലേക്ക് തന്നെ തിരികെ നൽകാം. ഓരോ തുള്ളിയും ചരിത്രമാണ്. അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്.